ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ രാജ്യം എപ്പോഴും സാങ്കേതിക വിദ്യയുടെ മികവിൽ എപ്പോഴും വളരെ പുറകിലാണ് എന്നാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്, വിചാരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ സംഘപരിവാർ അനുകൂലികൾ പോലും അങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത് സാങ്കേതികമായിട്ടുള്ള മികവില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതേസമയം ചൈനയിലേക്ക് നോക്കൂ, അവിടെയുള്ള സാങ്കേതിക മികവ് നോക്കൂ എന്നൊക്കെ നമ്മളെപ്പോഴും വളരെയധികം വിഷമത്തോടു കൂടി പറയാറുമുണ്ട്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ രാജ്യത്തുള്ള പല ആൾക്കാർക്ക് മനസ്സിലായി കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല എന്ന്. കൃത്യമായിട്ടുള്ള പ്രതിരോധം, അത് കൃത്യമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്രതിരോധം ഇന്ത്യ കാഴ്ചവെച്ചപ്പോൾ ഇസ്രായേൽ മോഡൽ പ്രതിരോധം എന്നാണ് നമ്മളെല്ലാവരും അതിനെ വിളിച്ചത്, അതിനെ പ്രശംസിച്ചത്. നമുക്കറിയാം DRDO, അതായത് നമ്മുടെ പ്രതിരോധ ഗവേഷണ സംവിധാനം. ഈ സംവിധാനം 2027 ഹ്യൂമനോയിഡ് റോബോട്ടുകളെ ഇറക്കാനായി തീരുമാനിച്ചിരിക്കുകയാണ്. 4 വർഷമായി അതിന്റെ പണി നടന്നു വരുന്നു. 2027 അതിനെ ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നു. ഈ ഹ്യൂമനോയിഡ് റോബോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടാളക്കാർക്ക് അവരുടെ ജോലി കുറയ്ക്കാനായി യുദ്ധമുഖത്ത് അല്ലെങ്കിൽ ബാറ്റിൽ ഫീൽഡിൽ ഇറങ്ങാൻ കഴിയുന്ന റോബോട്ടുകളാണ് എന്ന് ആലോചിച്ച് നോക്കണം. ആ റോബോട്ടിക് സംവിധാനം വരെ നമ്മളിതാ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്തൊരു സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റിനാണ് ഈ വാർത്ത പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ഈ അപ്ഡേറ്റ് ISROയുടെ ഭാഗത്തു നിന്നാണ് വരുന്നത്. 52 ചാര ഉപഗ്രഹങ്ങൾ നമ്മൾ വിക്ഷേപിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂറിൽ വിജയകരമായി വലിയ രീതിയിലുള്ള വിജയം നേടിയതിനു ശേഷം, പാകിസ്ഥാനെ തകർത്തതിനു ശേഷം ഇന്ത്യ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. 4 വർഷത്തിനുള്ളിൽ 52 ചാര ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യ നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പദ്ധതി 1 വർഷമായി കുറയ്ക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ആസ്പിറേഷൻ സ്പേസ് ബേസ്ഡ് സർവൈലൻസ് SPS3 എന്നാണ് ഈ പ്രോഗ്രാമിന് പേരിട്ടിരിക്കുന്നത്. ഇതിന്റെ കീഴിലാണ് ഉപഗ്രഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിൽ ISROയുടെയും സ്വകാര്യ വ്യവസായ കമ്പനികളും സംയുക്തമായി 1 വർഷത്തിനുള്ളിൽ ഈ ലക്ഷ്യം കൈവരിക്കുമെന്നുള്ളതാണ്. അത് നമ്മൾ വളരെയധികം മുന്നോട്ട് പോകാനായിട്ട് പോകുന്നു 1 വർഷത്തിനധികം എന്നുള്ളതാണ്. നേരത്തെ ഒരു ചായയൊക്കെ കുടിച്ച് പതുക്കെ ചെയ്താൽ മതി എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്നും 1 വർഷത്തിനകം ഈ 52 ചാര ഉപഗ്രഹങ്ങൾ നമുക്ക് വിക്ഷേപിച്ചിരിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന, അതായത് ISROയും സ്വകാര്യ വ്യവസായവും തമ്മിലുള്ള സഹകരണത്തിന്റെ മികച്ച ഉദാഹരണമാണ് SBS3 പ്രോഗ്രാം. ഈ പരിപാടിയുടെ കീഴിൽ ISRO 21 ഉപഗ്രഹങ്ങളാണ് നിർമ്മിക്കുന്നത്. ബാക്കിയുള്ള 31 ഉപഗ്രഹങ്ങളുടെ ഉത്തരവാദിത്തം അനന്ത് ടെക്നോളജീസ്, സെന്റം ഇലക്ട്രോണിക്സ്, ആൽഫ ഡിസൈൻസ് എന്നീ 3 സ്വകാര്യ കമ്പനികളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. 12 മുതൽ 18 മാസത്തിനുള്ളിൽ ജോലി പൂർത്തിയാക്കണമെന്നാണ് ഇപ്പോൾ തന്നെ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. പ്രതിരോധ മന്ത്രാലയം ഈ 3 കമ്പനികൾക്കും ഈ നിർദ്ദേശം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനാൽ 2026 അവസാനമോ അതിനു മുമ്പോ 31 സ്പൈ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ലക്ഷ്യം. നേരത്തെ 2028ഓടെ ഈ ലക്ഷ്യം പൂർത്തീകരിക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി ഒരു 2 കൊല്ലം ഒന്നും തരാൻ സാധിക്കില്ല. 1 കൊല്ലത്തിനകം അല്ലെങ്കിൽ 12 മാസത്തിനകം ഇത് പൂർത്തിയാക്കണം. ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് ഗുണം? അതാണ് നമ്മൾ അടുത്ത ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ബഹിരാകാശത്തിൽ ഇന്ത്യയുടെ ശക്തി വർദ്ധിക്കും എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആകാശത്തേക്ക് റോക്കറ്റ് വിട്ട് കഴിഞ്ഞാൽ പട്ടിണി മാറുമോ എന്നുള്ള ചോദ്യമാണ്. പട്ടിണി യഥാർത്ഥത്തിൽ മാറും. അതിവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അതായത് ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പഹൽഗാമിന്റെ ആക്രമണത്തിന് ശേഷം നമ്മൾ എത്രത്തോളം സുരക്ഷിതരാണെന്ന് നമുക്ക് മനസ്സിലായി കാണും. പോപ്കോണിന്, അതായത് കാരമൽ പോപ്കോണിന് നിർമ്മലാ സീതാരാമൻ 2% GST ഏർപ്പെടുത്തുമ്പോൾ അതിനുവേണ്ടി വലിയ രീതിയിൽ വാദിച്ച ഇവിടെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിലുള്ളൊരു സുരക്ഷയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ 2 അല്ല 4% GST തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ 50 ബഹിരാകാശ പേടകങ്ങൾ അയൽ രാജ്യങ്ങളെ നിരന്തരം നിരീക്ഷിക്കും. അതിനാൽ പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ എന്തെങ്കിലും നടപടിയെടുക്കുന്നതിന് മുമ്പ് 2 തവണ ചിന്തിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ബഹിരാകാശ ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഈ ഉപഗ്രഹങ്ങളെല്ലാം സഹായിക്കും. അതായത് പാകിസ്ഥാനെയും ചൈനയും അടക്കം നമ്മൾ നിരീക്ഷിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ രാജ്യം എത്രത്തോളം അതിഭീകരമായിട്ടുള്ള ഒരു വളർച്ചയാണ് കൈവരിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഈ ഉപഗ്രഹങ്ങളെ AI-യുമായി, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധിപ്പിക്കും. അതുവഴി ഇന്ത്യൻ സൈന്യത്തിന് ഏതെങ്കിലും തെറ്റുകൾക്കെതിരെ ഉടനടി നടപടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ചുറ്റും നടക്കുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ച് രാജ്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. നമുക്കറിയാം, അമേരിക്കയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിടും. അവിടെ അത് കണ്ടു, ഇവിടെ ഇത് കണ്ടു, ഇവിടെ സൈനിക താവളങ്ങൾ കണ്ടു, ഇവിടെ അത് പണിയുന്നു, ചൈനയാണെങ്കിൽ ഇന്ത്യയുടെ അതിർത്തിയിലാണെങ്കിൽ റോഡ് പണിയുന്നു എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക പുറത്തുവിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ യാതൊരുവിധ ആവശ്യവുമില്ല. ഇനി നമ്മൾ തന്നെ അത് ചെയ്യാൻ പോവുകയാണ്. പല രാജ്യങ്ങളെയും നമ്മൾ നിരീക്ഷിക്കാൻ പോവുകയാണ്. ഈ നിലയിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞാൽ രാജ്യം നേരിടുന്ന ഭീഷണികളെ കൂടുതൽ നന്നായി ഇന്ത്യക്ക് ലഘൂകരിക്കാൻ കഴിയും, അതായത് ന്യൂട്രലൈസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഭൂമിയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ ശേഖരിക്കും. ഈ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ കഴിയും. ഈ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് വ്യത്യസ്തമായ
അന്താരാഷ്ട്രമായിട്ടുള്ള ഉയരങ്ങളിലാണ് വിന്യസിക്കുന്നത്. ഇതിന്റെ സഹായത്തോടെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ജിയോ ഇന്റലിജൻസ് ഡാറ്റ ശേഖരിക്കാൻ കഴിയും. ഈ ഉപഗ്രഹത്തിന്റെ സഹായത്തോടെ നമ്മുടെ സൈനികർക്ക് ശത്രുരാജ്യത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും അതിർത്തിയിലേക്കുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ തടയാനും സാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.